നമ്മളിന്ന് വന്നിട്ടുള്ളത് 2021 നിലവിൽ വന്ന PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ്. നമ്മൾ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു കേരളത്തിന്റെ അങ്ങോളം ഉള്ളവരായതുകൊണ്ട് എല്ലാവർക്കും കൂടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ കാറ്റഗറി നമ്പർ 2219 2017. ഞങ്ങൾ DMEയുടെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് എന്ന തസ്തികയുടെ 2017 വിളിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അപ്പം ഇതിൽ എന്താ സംഭവിച്ചിട്ടാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ആകെ 3 നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കരുതുകയാൽ നമ്മുടെ കേരളത്തിൽ ഉള്ള മുഴുവൻ ജനങ്ങളിൽ ഒരു 8.9% ആൾക്കാർ കേൾവിയും സംസാരവുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 6.3% ആൾക്കാർ കേൾവി വൈകല്യം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്ന 1000-ൽ 2 കുഞ്ഞുങ്ങൾ ജന്മനാ കേൾവി വൈകല്യമുള്ളവരുമായി ജനിക്കും. അപ്പം ഈ ഒരു വൈകല്യങ്ങളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു റീഹാബിലിറ്റേഷൻ, അതായത് ഒരു പുനരധിവാസം പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹമായിട്ടുള്ള, അതായത് കുട്ടികളാണെങ്കിൽ വളർന്നു വരുമ്പോൾ അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹികമായ ഇടപെടലും പഠിത്തത്തെയൊക്കെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവരായാലും അതുപോലെ തന്നെയാണ്. ഇത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അതിന് വേണ്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഒരു കമ്മ്യൂണിക്കേഷനും സമൂഹമായിട്ടുള്ള ഇടപെടലും കാര്യമായി ബാധിച്ചേക്കും. മാത്രമല്ല അവരുടെ മാനസികാരോഗ്യത്തെയും ഒക്കെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു ഫീൽഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-25 വർഷമായിട്ട് ഇപ്പം ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കാഴ്ചക്കുറവ് മനസ്സിലാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിന്റെ മേഖലയിലുള്ള പുനരധിവാസം പോലെയോ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ഭയങ്കരമായ ഒരു പുനരധിവാസം നമ്മുടെ കേൾവിയുടെ മേഖലയിലോ അല്ലെങ്കിൽ സംസാരത്തിന്റെ മേഖലയിലോ വന്നിരുന്നില്ല. കാരണം ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിസബിലിറ്റി അല്ല. നമുക്ക് ഒരു എപ്പോഴും സൈലന്റ് ആയിട്ട്, അതായത് നമുക്കൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു പുനരധിവാസ മേഖല നമ്മുടെ കേരളത്തിൽ പ്രോപ്പറായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു 25-30 വർഷമേ ഉള്ളൂ. അത് തന്നെ ഗവൺമെന്റ് തലത്തിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളേ ഉള്ളൂ. നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 25-30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന 5-6 മെഡിക്കൽ കോളേജുകളിൽ മാത്രം 1-2 തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്കിടയിലാണ് 2012-13 ശേഷമാണ് നമ്മുടെ ആരോഗ്യ മേഖല, അതായത് DHSന്റെ അണ്ടറിൽ ഈ പോസ്റ്റ്, ഈ ഒരു എന്താ പറയുക, സേവനം സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയത്. അപ്പം അതിലുണ്ടായിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും കരാർ അടിസ്ഥാനത്തിലാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ 150-150-ലധികം കരാർ ജീവനക്കാർ നമ്മൾ DHSന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥിര നിയമനം പോലും നമ്മൾ DHSന്റെ അണ്ടറിൽ ഇല്ല. പിന്നെ ആകെയുള്ള സ്ഥിര നിയമനങ്ങൾ എന്ന് പറയുന്നത് DMEയുടെ അണ്ടറിൽ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ മാത്രമാണ്. അപ്പം 10-11 വർഷം കൂടുമ്പോഴാണ് ലാസ്റ്റ് 2002 നടന്ന ഒരു എക്സാമിനേഷന് ശേഷം പിന്നെ നടന്നേക്കുന്നത് 2019-ലാണ്. അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത് 2021. അതായത് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവരെല്ലാം ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ ബിരുദാനന്തര ബിരുദധാരികളാണ്. അതിനകത്തുള്ളൊരു വേറൊരു സാഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിഷമകരമായ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും പഠിച്ചത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലല്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപനം ഇല്ല. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനം ഇല്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഭയങ്കരമായ ഫീസ് കൊടുത്ത് 4-5-6 ലക്ഷം രൂപ മുടക്കിയാണ് പലപ്പോഴും ഒരു BSLPയോ അല്ലെങ്കിൽ ഒരു MSLPയോ പാസ് ഔട്ട് ആയത്. നമ്മൾ ഇത് രണ്ടും പാസ് ഔട്ടായി ഇറങ്ങിയവരാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാനൊരു എൻവയോൺമെന്റ്, ശരിക്കും പറഞ്ഞാൽ മിനിമം ഒരു വേതനം വാങ്ങിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് കേരളത്തിലില്ല. ആകെയുള്ളത് ഈ DMEയിൽ മാത്രമാണ്. അപ്പൊ നമ്മൾ കാത്തുകാത്തിരുന്ന്, ഞാനൊക്കെ ഒരു പക്ഷേ പഠിച്ചിറങ്ങി 6-7 വർഷങ്ങൾക്ക് ശേഷം അറ്റൻഡ് ചെയ്യുന്ന ഒരു PSC എക്സാം ആണ്. അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു, മെയിൻ ലിസ്റ്റിൽ തന്നെയാണുള്ളത്. പക്ഷേ 3 നിയമനങ്ങൾ കൊണ്ട് ഇത് അവിടെ തീരണേതാണ്. പിന്നെ ഇതിന്റെ ആവശ്യകത ഇല്ലാഞ്ഞിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പല പ്രാവശ്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും നമ്മുടെ പ്രൊപ്പോസലുകൾ വന്ന് പക്ഷേ റിജക്ട് ചെയ്ത് പോയി. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് അവരെപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം. അപ്പം ഇത് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊപ്പോസൽ നമ്മളായിട്ട് പോയി കൊണ്ടുവന്ന് DME വഴി സെക്രട്ടേറിയറ്റ് വന്നു, ഹെൽത്തിൽ നിന്ന് ഫിനാൻസിൽ പോയി. അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വികലാംഗന്റെ പുനരധിവാസത്തിന് വേണ്ടി അത്യന്താപേക്ഷിതമായ പോസ്റ്റാണ്. പക്ഷേ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളതാണ് അവരാകെ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ. അപ്പം അത് ഒന്നും കൂടി ആവശ്യമാണോ എന്ന് ചോദിച്ച് തിരിച്ച് പിന്നെ DME വഴി മെഡിക്കൽ കോളേജിൽ പോയി. DME ഉത്തരം പറഞ്ഞു,
അത് ആവശ്യമാണെന്ന് പറഞ്ഞു. പിന്നെയും ഇത് സെക്രട്ടേറിയറ്റിൽ വന്നു. ഫിനാൻസിൽ അത് റിജക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അത് കുറച്ചും കൂടെ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന കാലത്ത് പരിഗണിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഒപ്പീനിയൻ. അതിലത് പെൻഡിങ് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫിനാൻസ് മിനിസ്റ്ററെയും ഹെൽത്ത് മിനിസ്റ്ററെയും മുഖ്യമന്ത്രിയും ഒക്കെ കാണുകയുണ്ടായി. അവരാരും നെഗറ്റീവ് അല്ല പറഞ്ഞേക്കുന്നത്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി ഇനി ഒരു 10-15 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനിടയിൽ ഒരുപക്ഷെ ഈ ഒരു 10 പിന്നെ 9,000 10,900 ദിവസങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അതിലൊരു 10-300 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇതിന്റെ പുറകെ മാത്രം സഞ്ചരിച്ച പലരും ഈ ലിസ്റ്റിലുണ്ട്. കാരണം നമുക്ക് ഇനി ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ആയി ഇനി ഒരു വരുന്ന എക്സാമിൽ പലപ്പോഴും അതിലൊരു 90% പേർക്കും ഇനി ഒരുപക്ഷെ ആ ഒരു എക്സാം കൂടെ എഴുതാം. ഇനി ഒരു 9-10 വർഷത്തിനിടയിലായിരിക്കും വിളിക്കുക. അതൊരു എക്സാമും കൂടെ എഴുതാൻ പറ്റണമെന്നുമില്ല, ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ അല്ലെങ്കിൽ ആ ഒരു ഏജ് ലിമിറ്റിലോ വരണം എന്നില്ല. പിന്നെ ഇതിനകത്തുള്ളൊരു വേറൊരു കാര്യം, ഇപ്പൊ നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ മാത്രമല്ല, നമ്മൾ ഇതിന്റെ പുറകെ അന്വേഷിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന കുറേ പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവര് പലരും ഹൈക്കോടതിയിൽ വരെ കേസിന് പോയേക്കുവാണ്. അവർക്ക് ഇപ്പം ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷെ പോസ്റ്റ് ഇല്ല. മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇപ്പൊ വികലാംഗ നിർണ്ണയം നടത്താൻ വേണ്ടി അവിടെ ഒരു പെർമനന്റ് പോസ്റ്റ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ ആലപ്പുഴയോ കോട്ടയത്തോ ഒരൊറ്റ പോസ്റ്റിൽ മാത്രമാണോ നിൽക്കുന്നത്. അത് 30 വർഷം മുമ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട പോസ്റ്റാണ്. ഈ ശ്രുതിതരംഗം എന്ന് പറഞ്ഞിട്ട് ജന്മനാലുണ്ടാവുന്ന കേൾവിക്കുറവിന് പരിഹാരം ചെയ്യുന്ന കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ അതിന്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഈ വിരലിലുണ്ടാവുന്ന 1-2 എന്നുള്ള പോസ്റ്റിനപ്പുറം പോസ്റ്റ് ഇല്ല. അപ്പൊ ഈ പാരന്റ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യാണ്, അവരെന്താ ചെയ്യേണ്ടത്? അവര് പലരും പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനെയും ഹെൽത്തിനെയും ധനകാര്യ വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു ഇതിൽ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നപ്പോൾ നമ്മൾ ഇത്രയും ഇതിന്റെ പുറകെ നടന്നിട്ട് കൂടി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നടന്നിട്ടില്ല. പിന്നെ നമ്മുടെ പേഷ്യന്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെന്റിൽ ഇത്രയും ഒരു പേഷ്യന്റ് ഈ ഒരു കേൾവിയോ സംസാരമോ പ്രശ്നമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ കോളേജിലായാലും നമ്മുടെ ഹെൽത്ത് സർവീസ് സെന്ററായാലും ഇവർക്ക് കിട്ടുന്ന ഒരു ഫോളോ അപ്പ് ഞാൻ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആണ്. ഈ ഫോളോ അപ്പ് വികലാംഗയായ അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് ഒട്ടും അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഇതല്ല. അതിന് ആഴ്ചയിൽ 1-2-3 തവണ ഒരു ഫോളോ അപ്പ് കൊടുക്കുന്നതിന് പകരം ഫോളോ അപ്പ് കിട്ടുന്നത് പലപ്പോഴും 2-3-4 മാസം കഴിഞ്ഞിട്ടാണ്. എന്നവരത് പ്രൈവറ്റിലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന ചിലവും ആൾക്കാരുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും എല്ലാം വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ പോകുമ്പോൾ അവരുടെ ഒരു ഇതും കരുതിയിട്ട് മിക്കവാറും ഓരോ സെഷനും നമുക്ക് നല്ലൊരു സാമ്പത്തിക നിലയിൽ നിൽക്കുന്നവരൊഴികെ ബാക്കി ആർക്കും അത് അഫോർഡബിൾ ആയിട്ടോ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലല്ല. അപ്പം ഓരോ മണിക്കൂറിനും അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിനും അവര് പേ ചെയ്യുന്നത് 500 തൊട്ട് മേളിലോട്ട് 700-800 രൂപ ഉള്ള ഒരു സർവീസ് ആയിരിക്കും. നമ്മുടെ ഈ സംസാരം കേൾവി വൈകല്യം എന്ന് പറയുമ്പോൾ കേൾവി മാത്രമല്ല, സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് സംസാരം പോകുന്നവരുണ്ട്, മുതിർന്നവരുണ്ട്. അതുപോലെ മറ്റ് സംസാര വൈകല്യങ്ങളുണ്ട്, വിക്ക് അല്ലെങ്കിൽ മുച്ചെറി പോലത്തെ പ്രശ്നങ്ങൾ കാരണം അതിന്റെ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാതിരിക്കുക. അവരുടെയൊക്കെ സ്പീച്ച് അവരുടെ ലൈഫ് ടൈമിലേക്ക് അത് അഫക്റ്റഡ് ആവുകയാണ്. കാരണം ആ ഡെവലപ്മെന്റൽ ടൈമിൽ, അതായത് ഇനീഷ്യലായിട്ട് ഈ പറഞ്ഞ സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് കിട്ടുന്നില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് അഫക്റ്റ് ആയി അവരാകെ എന്താ പറയാ, അവരുടെ സ്പീച്ച് എപ്പോഴും ഒരു ഇമ്പയർമെന്റ് ഉള്ളൊരു സ്പീച്ച് ആയിട്ടിരിക്കും. ഈ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ വൻ ചൂഷണമാണ് നടക്കുന്നത്. കുട്ടികളെ അകത്തോട്ട് കൊണ്ടുപോകും, ചെറിയ കുട്ടികളെ. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുട്ടികളെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പുറത്തൊരു CCTV ഒന്നുമില്ല. പേരൻസിന് അറിഞ്ഞുകൂടാ അകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത്. കുട്ടികളെ കൊണ്ടുപോകും, 45 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികളെ പുറത്തിറക്കും. 3-4 മാസം കഴിഞ്ഞിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് വരാതിരിക്കുമ്പോഴാണ് അവർ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നത്. പേരൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ അധികമാണ്. നമ്മളിത് നേരിട്ട് കാണുന്നുണ്ട് ആണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് സെക്ടറിൽ ഈ പറഞ്ഞ സർവീസ് ഒന്നും കറക്റ്റ് ആയിട്ട് ഇല്ലാത്തതും എഫക്റ്റീവായിട്ട് നടക്കാത്തതുമാണ് ഇതിന്റെ കാരണം. അപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി ഇനിയിപ്പം 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ തീരും. ഇത് ഇപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 6 മാസത്തേക്കെങ്കിലും ലിസ്റ്റിന്റെ കാലാവധി നീട്ടി കിട്ടുക. ആ നീട്ടി കിട്ടുന്ന കാലത്തിനുള്ളിൽ ഈ പറഞ്ഞ വേക്കൻസികൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. വേറൊരു കാര്യം, വേറൊരു കാര്യം, ഈ റാങ്ക് ലിസ്റ്റിൽ എലിജിബിൾ കാൻഡിഡേറ്റ്സ് നിൽക്കുമ്പോൾ തന്നെയാണ് പല സ്ഥലങ്ങളിലും താൽക്കാലികമായിട്ട് നിയമനം നടത്തി അവരെ കൊണ്ട് കാര്യങ്ങൾ ഓടിക്കുന്നത്. ഞങ്ങളെപ്പോലെ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഉള്ളപ്പോഴാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് അതിന് പറയുന്ന കാര്യം. പക്ഷേ ഈ താൽക്കാലിക നിയമനം നടത്തുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവർ പോവും, 1 വർഷം കഴിയുമ്പോഴും അവർ ഇട്ടിട്ട് പോകും. അപ്പൊ ഈ കുട്ടികളുടെ ഈ റീഹാബിലിറ്റേഷന്റെ ഫോളോ അപ്പ് ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കില്ല, അതിന്റെ കണ്ടിന്യൂറ്റി കറക്റ്റ് അല്ല. അപ്പൊ ഇതെല്ലാം ബാധിക്കുന്നത് കുട്ടികളെയും അവരുടെ പേരൻസിനെയും അവരുടെ ഭാവിയെയാണ്. ക്വാളിഫിക്കേഷൻ യൂഷ്വലി UG ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെ അധികം ഇല്ല, BASLP മതി.
അപ്പൊ അവരുടെ നോളജ് ലെവലും ലിമിറ്റഡ് ആണ്, അവർക്കും എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ താൽക്കാലിക നിയമനം ആരും ഒരു എന്താ പറയാ ഒരു പെർമനന്റ് ജോലി സാധ്യതയായിട്ട് എടുക്കില്ലല്ലോ. അവർ അടുത്ത പരിപാടി വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തോട്ട് പോകും. നമ്മുടെ ഈ കോഴ്സ് പഠിക്കുന്നതിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് BSLP കോഴ്സ് ഉള്ള ഒരു സ്ഥലത്തെ ഫാക്കൽറ്റിയാണ് ഞാൻ. ഞങ്ങളുടെ കുട്ടികളിൽ 4-ാം വർഷം കഴിയുമ്പോൾ ഒരു 90% സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പുറത്തോട്ട് പോവുകയാണ്, പുറം രാജ്യങ്ങളിലോട്ട് പോവുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ അവർക്ക് നല്ല ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. സോ അത് ഇത് ലോങ് റണ്ണിൽ നമ്മുടെ കുട്ടികളെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇത് ഇടയ്ക്കൊരു കോക്ലിയർ ഇംപ്ലാന്റിന്റെ പുനരധിവാസ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒരു ഒരു മാധ്യമ ശ്രദ്ധ വന്നിരുന്നു, മീഡിയ അറ്റൻഷൻ. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേതനത്തിന്റെ കുറവ് കാരണം മാസീവായിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺട്രാക്ട് സ്റ്റാഫ് എല്ലാം കൂടെ പിരിഞ്ഞുപോയി. അന്ന് മാത്രം ഒരു ശ്രദ്ധയിൽ വന്നു എന്നുള്ളതിനപ്പുറം ഇപ്പം ഒരു വികലാംഗരുടെ ഇപ്പം ഏരിയയിൽ, ഭിന്നശേഷിക്കാരുടെ ഏരിയയിൽ സൈക്കോളജിസ്റ്റോ ഫിസിയോതെറപ്പിസ്റ്റോ അങ്ങനെ ബാക്കിയുള്ള റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽ ഉള്ള പോലെ നമ്മുടെ ഒരു പ്രൊഫഷൻ ഇല്ല. എന്നാൽ വികലാംഗരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 100 എണ്ണത്തിൽ 26% വരുന്നത് ഈ കേൾവിയും സംസാര വൈകല്യവും കൂടെ ചേർന്നതാണ്. അപ്പൊ നമ്മുടെ പോസ്റ്റ് പക്ഷേ ആകെ ഉള്ളത് 16 എണ്ണമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൊത്തമുള്ളത്. ഓരോ മെഡിക്കൽ കോളേജിലും 1, 2, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മാത്രം 3 പോസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുന്ന കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ളവരെ കൊണ്ട് ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ സാധാരണക്കാരോ അല്ലെങ്കിൽ താഴെയുള്ളോ അല്ലെങ്കിൽ പാവങ്ങളോ ആയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കുള്ള ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ അത് ഒരുതരം കിട്ടായികയിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷമായി ഇത്രയും പ്രശ്നങ്ങൾ പലരുടെയും ശ്രദ്ധയിൽ നമ്മൾ പെടുത്തി. ഈ പാരന്റ്സ് പലപ്പോഴും പലരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര ഒരു അറ്റൻഷൻ കിട്ടുകയോ നമ്മൾ ഈ ഫയലുകളുടെ പുറകെ, പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫയലുകളുടെ പുറകെ പോയി നമ്മൾ പലരെയും കണ്ടു. പക്ഷേ ഇത് സാമ്പത്തിക മാന്ദ്യം എന്നുള്ളൊരു ഒറ്റ കാരണം പറഞ്ഞ് ആരും നെഗറ്റീവ് അല്ല ഇതിനോട്, അങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ വെച്ചേക്കുവാണ് ചെയ്തത്. ഇപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ മാധ്യമ ശ്രദ്ധയിലൂടെയെങ്കിലും നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ഈ ഒരു പോപ്പുലേഷന്റെ ആവശ്യം ചിന്തിച്ച് നമ്മൾ ഈ 6-7 വർഷം കളഞ്ഞ് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് നമ്മളിപ്പോഴും വർക്ക് ചെയ്യുന്നതും അത്രയും ഇതായിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് പക്ഷേ നല്ലൊരു വേതനത്തിൽ വർക്ക് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പലരും വിരലെണ്ണിയാൽ നിൽക്കുന്ന ആ ഒറ്റക്ക നമ്പറിലാണ് റാങ്കിലുള്ളത്. പക്ഷേ നമുക്ക് നിയമനങ്ങൾ കിട്ടുന്നില്ല. ഇനിയൊരു പക്ഷേ ഒരു എക്സാം കൂടെ നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളെങ്കിലും ആ ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മളിത് പലപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഒരു 1.5 വർഷം മുമ്പ് വന്ന ഒരു പ്രശ്നത്തിനിടെ, കൊറോണയുടെ ഇടയിലൊക്കെ ഇതിന്റെ ആവശ്യകത ഭയങ്കരമായിരുന്നു. കൊറോണ സമയത്ത് മറ്റു വൈകല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ കുറഞ്ഞത് മൂലം പല കുട്ടികളിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അതായത് കൊറോണ സമയത്ത് പുറത്തെങ്ങോട്ടും വിടാൻ പറ്റില്ല, സ്കൂളില്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരുത്തണം. അപ്പൊ അവർ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായിരുന്നു. അങ്ങനത്തെ കുട്ടികളിൽ ഇപ്പം കാര്യമായ പ്രോബ്ലംസുമായിട്ടാണ് ഇപ്പൊ അവർ വരുന്നത്. അതായത് ഇപ്പൊ 4-5 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. പക്ഷെ അവർക്കൊന്നും വേണ്ട സപ്പോർട്ടോ അവയർനെസ്സോ കിട്ടിയിട്ടില്ല. ആ കുട്ടികളെല്ലാം ഇപ്പൊ ബാക്കിലോട്ടാണ്. അതായത് അവർക്ക് സ്കൂളിൽ ചെന്നാൽ സ്കൂളിൽ എടുക്കില്ല. പ്രൈവറ്റ് സെക്ടർ സ്കൂൾസിലൊന്നും അവർ പറയും നിങ്ങൾ ഷാഡോ ടീച്ചറിനെ കൊണ്ടുവരണം എന്ന് പറയും. ഈ കുട്ടി ഓടി നടക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയറലായിട്ടുള്ള ചില പോരായ്മകൾ കാണിക്കുകയോ ചെയ്താൽ അവരുടനെ പറയും. കാരണം ആ ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ സമയമില്ല. ബാക്കി 40 വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ഒരൊറ്റ കുട്ടിക്ക് വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയും നിങ്ങൾ ഷാഡോ ടീച്ചറിനെ കൊണ്ടുവരാൻ പറയും. ഷാഡോ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ കൂടെ തന്നെ ഇരുന്ന് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി, ഈ കുട്ടി ഓടി നടക്കുകയാണെങ്കിൽ പിടിച്ച് സീറ്റിൽ ഇരുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ഈ ഷാഡോ ടീച്ചർ. അപ്പൊ പേരൻസ് ഈ പറഞ്ഞ CBSE സ്കൂളിലെ ഭീമമായ ഫീസും ഈ ഷാഡോ ടീച്ചറിന്റെ പെർ ഡേ വേജസും കൊടുത്താണ് പല പേരൻസും കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്. കുട്ടികളെ മറ്റു കുട്ടികൾ അതായത് കളിയാക്കുക, അല്ലെങ്കിൽ അവരുടെ പേരൻസ് കംപ്ലൈന്റ് പറയാ, ഈ കുട്ടി കാരണം ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വളരെ എന്താ പറയാ മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതുമായിട്ട് അനുബന്ധിച്ചുള്ളത്. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് ആരും മനസ്സിലാക്കുന്നില്ല. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അറിയുന്നില്ല. ഇനിയിപ്പോ കുറച്ച് നാളുകൾക്കകം ഈ കുട്ടികളെല്ലാം വലുതാവും. അവരുടെ എന്താ പറയാ അവർക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇല്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ BSLP കോഴ്സ് മെഡിക്കൽ കോളേജ് ലെവലിൽ DMEയുടെ നമ്മുടെ വിവിധ പല
കേരളത്തിലുള്ള പല മെഡിക്കൽ കോളേജസിലും പല അല്ല 2 കോളേജസിൽ BSLP കോഴ്സ് തുടങ്ങണം. അതായത് ഈ കോഴ്സ് ഗവൺമെന്റ് സെക്ടറിൽ ഇല്ല. MBBS നഴ്സിംഗോ ഫിസിയോതെറപ്പിയോ അല്ലെങ്കിൽ ഫാർമസിയോ കോഴ്സസ് ഉള്ള പോലെ ഈ പർട്ടിക്കുലർ കോഴ്സ് ഗവൺമെന്റ് ലെവലിൽ ഇല്ല. അപ്പൊ അതിന്റെ കോഴ്സ് തുടങ്ങാനായിട്ട് 2 കോളേജുകളിൽ, കേരളത്തിലെ 2 മെഡിക്കൽ കോളേജുകളിൽ തുടങ്ങാനായിട്ടുള്ള അനുമതി ആയിട്ടുണ്ട്. പക്ഷെ അതും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പിന്നോക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ പോലുള്ള ഈ ആസ്പിറൻസ് എല്ലാം പഠിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ കോളേജസിലാണ്. കേരളത്തിൽ തന്നെയുള്ള പ്രൈവറ്റ് സെക്ടർ കോളേജിൽ BSLP പഠിച്ചിറങ്ങാൻ 10 ലക്ഷം രൂപയാണ് ഫീസ് ഈ പർട്ടിക്കുലർ കോഴ്സ്. കാരണം ഇതിന് വളരെ സ്കോപ്പ് വളരെ കൂടുതലാണ് പുറം രാജ്യങ്ങളിൽ. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മാതാപിതാക്കളുടെ സ്ട്രെസ് പോലും ഇതിന് കാരണമാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുടെ കാരണം കുഞ്ഞുദരത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്ട്രെസ് ലെവൽ പോലും ഇത് കാരണമാവുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ ഈ ഓട്ടിസം എന്നുള്ളതിന്റെയൊക്കെ പ്രിവലൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഇതിനുള്ള സ്കോപ്പ് വളരെ അധികമാണ്. അവിടെ ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി പെടുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ ഗവൺമെന്റ് എടുത്ത് ചെയ്തോളും ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. ഒന്നും അറിയണ്ട, പാരന്റ്സിനെ കൊണ്ട് വിട്ടാൽ മാത്രം മതി. അവർക്ക് വേണ്ട തെറപ്പി, അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം ഗവൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികളാണ് അവിടുത്തെ ഗവൺമെന്റ് സെക്ടറിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് യാതൊരു അറ്റൻഷനും ഇല്ല. അവരുടെ കാര്യങ്ങളെല്ലാം ഈ വിധം അഫക്റ്റഡ് ആവും. അപ്പൊ ഇതിലേക്ക് മാധ്യമ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വെച്ചത്. എന്തോ എന്റെ പേര് അർച്ചന. കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. 8301825292.